അളിയാ ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. എന്താടേ അളിയ ഇന്ന് എന്റെ കല്യാണം നടന്നിട്ട് 14 വർഷമായി. അടിപൊളി, 14 വർഷം. ഓ, ഇന്ന് 14 വർഷം തയ്യാണ് വിവാഹ വാർഷികമാണ്ടാ ഇന്നത്തെ ദിവസം. അടിപൊളി. അളിയ ഇത് ലവ് മാരേജ് ആയിരുന്നടാ? അല്ലല്ല, ഇത് ശരിക്കും അറേഞ്ച്ഡ് മാരേജ് അല്ല. ഞാൻ തന്നെ കണ്ടെത്തി പോയി ചോദിച്ചതാണ്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇത്രയും കാത്തിരിക്കേണ്ട കാര്യം എന്തെന്നുള്ളത്. അത് നിനക്കറിയാലോ, അച്ഛനും അമ്മയും അവരൊക്കെ മരിച്ചുപോയി. ഞാൻ ഈ പഠനം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7 വർഷം ഗൾഫിലായിരുന്നു. അപ്പം എനിക്ക് ക്രിക്കറ്റ് കളിയായിട്ട് കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം വന്നപ്പോഴത്തേക്ക് അമ്മയൊക്കെ പറഞ്ഞ് മക്കളെ ഒരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. 7 വർഷത്തിനൊക്കെ ശേഷം വരുന്നേ. നമ്മളതിലൊരു പൊത്തയില്ലായിരുന്നു, അത് വേറെ. പക്ഷെ പൊതുവെ ഈ അങ്ങനെ അളിയ ഈ സൗമ്യ നീ എങ്ങനെ കണ്ടെത്തി? അതെന്ന് പറഞ്ഞ ഞാൻ ഈ ക്രിക്കറ്റ് കളി കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അത് ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് ഉള്ള ഉത്സവ പറമ്പിൽ 7 വർഷം തുടർച്ചയായിട്ടാണ് ഗൾഫിൽ നിന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ നമ്മുടെ ഈ കൂടെ നടന്ന ആ ഒരു പ്രീ ഡിഗ്രിയെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയത് കേട്ടോ. അപ്പൊ ഈ കൂടെ നടന്ന ടീംസുകളുണ്ടല്ലോ, യുവന്മാരുടെ ക്രിക്കറ്റ് കളിക്കാൻ എൻ്റെ കുറെ നല്ല ടൈമാണല്ലോ പോകുന്നത്. അപ്പൊ ഞാൻ വന്നു തുടങ്ങി തന്നെ വേറെ ക്ലബ്ബുകളിൽ ക്രിക്കറ്റ് കളി രാത്രി നാടകം കാണാൻ പോക്ക്, സിനിമ കാണാൻ പോക്ക്, അങ്ങനെ ഒരു പോയി നഷ്ടപ്പെട്ട 7 വർഷം തിരിച്ചു പിടിച്ചിട്ട് വന്നപ്പോ പെണ്ണ് കിട്ടാത്ത അവസ്ഥയായി. മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളോട് വിഷയങ്ങൾ, പിന്നെ നാട്ടുകാർക്ക് കുറ്റം പറയാൻ നമ്മളെയൊക്കെ എഴുതി തള്ളി. മനസ്സിലായി. അങ്ങനെ പിന്നെ ഇത് കല്യാണം നടക്കൂലെന്നുള്ള തീരുമാനത്തിലോട്ട് വന്നു. കാര്യം നടക്കാൻ സാധ്യതയില്ല. കാര്യം ആരും നമുക്കൊരു സപ്പോർട്ടില്ല. കാര്യം വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയി. പിന്നെ വേണ്ടപ്പെട്ടവരായിട്ട് അമ്മയും അവരൊക്കെ പോയി എല്ലാവരും പോയി എന്ന് വെച്ചാൽ വേണ്ടപ്പെട്ടവരായിട്ട് പിന്നെ നമുക്ക് ഉള്ളവര് പതുക്കെ സ്കൂട്ടായി. കാര്യം എവനെ ഇനി തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ല. കല്യാണം കഴിപ്പിച്ച് കൊടുത്തേ അതാണ്. അപ്പൊ അതുകൊണ്ട് അവര് പതുക്കെ നൈസാ സ്കൂട്ടായി സ്വാഭാവികമായിട്ട് ആക്കി നമുക്കിട്ട് പണി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ സേഫ്റ്റി നോക്കി. നമുക്കിപ്പോ എനിക്കിപ്പോ അതിൽ പരാതി ഒന്നും. സ്വാഭാവികമായിട്ട് അവരെ സേഫ്റ്റി നോക്കി മാറിപ്പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചു. വേണ്ടാന്നല്ല, കിട്ടൂലെന്ന് തീരുമാനിച്ചല്ല, പെണ്ണ് കിട്ടൂല. മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ നടക്കത്തില്ല എന്നുള്ളൊരു ഫീല് വന്നു. ആളെ അങ്ങനെ ഇരിക്കുക. എൻ്റെ ഒരു ചിറ്റപ്പൻ്റെ മോനുണ്ട്. അവൻ ചുമ്മാ എൻ്റെ അടുത്ത് ഒന്ന് പറയും, അണ്ണാ നിങ്ങൾ കല്യാണം കഴിക്കണമെന്നാ കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞു, എടാ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നടക്കണില്ലല്ലോ. നമുക്ക് ഇതാണെങ്കിൽ ഒരുപാട് പെണ്ണെ കാണാൻ പോയി കേട്ടോ. എനിക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് കല്യാണം വേണ്ടാന്ന് വെച്ചാൽ കുറെ കല്യാണം ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ നമ്മളങ്ങനെ മോശക്കാരൊന്നും അല്ല. നമുക്ക് ഇഷ്ടം പോലെ കല്യാണമല്ലോ വന്നു, ഇഷ്ടം പോലെ നിർബന്ധ ബുദ്ധിയോടുകൂടി കല്യാണമല്ലോ കുറെ എണ്ണം വന്നു. എനിക്ക് മനസ്സിൽ പിടിക്കാത്തതുകൊണ്ട് സത്യം പറയാമല്ലോ, അങ്ങനെ ഒഴിവായ ഒരുപാടുണ്ട്. കുറെ പേര് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചിട്ടുണ്ട്. ബന്ധുക്കളല്ല, പരിചയക്കാരും സുഹൃത്തുക്കളും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ എത്രയോ പെണ്ണ് കാണാൻ പോയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ച ദിവസം ഇത് ഇവ ഇങ്ങനെ നിർബന്ധിക്കും. അത് നല്ല സ്വഭാവമായിരുന്നു. അവനാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ എപ്പോഴും പറയാം, അണ്ണാ നിങ്ങളിങ്ങനെ. ഞാൻ ശരിയടാ. അങ്ങനെ ഒരു ദിവസം ഒരു വിഷുവിന് ഭയങ്കര പൂജയൊക്കെ ഭയങ്കര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അമ്പലം അങ്ങനെ. എനിക്കങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമെങ്കിലും അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. യോഗത്തിന് കൂടുതൽ താല്പര്യമുള്ളതാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് വിഷുവിന് ഇത് വെക്കാം, പൂവൊക്കെ വെക്കാം, നിങ്ങൾ വീട്ടിൽ കണി വെക്കാം, നിങ്ങൾ വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട ഈ തീയതി ഒന്നും സമയമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വേണ്ടതിന് പൂവ് വയ്ക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് പോവാം, എനിക്കൊന്ന് ബൈക്കുണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം അന്ന് ബൈക്കിൽ ഞാൻ അവനെയും കൊണ്ട് യൂണിവേഴ്സിറ്റി കാറ്റി പോയി. ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ക്വാർട്ടേഴ്സിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ശരിക്കും കണിക്കൊന്നുണ്ട്. ഇവൻ തന്നെ വലിഞ്ഞു കയറി, ഞാൻ താഴെ വയ്ക്കുന്നു. ഇവൻ ഒടിച്ച് തറയിടും. താഴെ അവിടെ ഉള്ള സ്റ്റാഫുകൾ മൊത്തം വന്ന് 2 പൂ എനിക്ക് അല്ല അവർ ചോദിക്കും, 2 പൂ എനിക്ക് 2 പൂ പറഞ്ഞ അവ എന്റെ മണ്ടയിൽ നിന്ന് ഒരു കണിക്കൊന്ന് മൊത്തം ഒടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഒരെണ്ണമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് ബൈപ്പാസിലുണ്ട്. ബൈപ്പാസിലൊന്നും ഇന്നത്തെ ടെക്നോ പറയുന്ന നടുക്ക് ഒരുപാടുണ്ടായിരുന്നു ആ റോഡ് സൈഡിൽ, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ അവിടെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ യവനെ വിളിച്ച നേരെ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുരങ്ങന്മാർ കിടക്കും പോലെ ഇതിനകത്ത് ആള് പബ്ലിക്കിന് മൊത്തം കാണാൻ പറ്റുന്ന സ്ഥലമില്ലേ, വളരെ ഹൈറ്റ് കുറവുള്ള കണിക്കൊന്ന. അങ്ങനെ അത് നടക്കാതാവും. എൻ്റെ അടുത്ത് പറഞ്ഞാൽ, അണ്ണാ നമുക്കൊരു കാര്യം, നമുക്ക് ഈ ഇതിന്റെ ഇടയിലോട്ടൊക്കെ കയറി പോയിട്ട് വല്ല വീടുകളിൽ നിൽക്കുന്നത് പറിക്കാൻ പോകാന്ന് പറഞ്ഞ് പോയി. ഒരാളും നമുക്ക് കണിക്കൊന്നും തരുന്നില്ല. ലാസ്റ്റ് അവൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, കണി വെള്ളരി വാങ്ങാം.
ഞാൻ പറഞ്ഞ് സത്യം പറയല്ലോ, എനിക്ക് ആ പ്രായത്തിൽ എനിക്ക് കണിവല്ലരി അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അവൻ പറഞ്ഞ് അന്നാ അത് സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മൺവള മാർക്കറ്റിൽ പോയി. അപ്പോൾ അവിടെ കണിവല്ലരി, ഇതാണ് കണിവല്ലരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊള്ളാടെന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണവിടെ ഇപ്പുണ്ട്. അപ്പോൾ ഇവൻ കണിവല്ലരിയൊക്കെ വാങ്ങിച്ച് എൻ്റെ ബൈക്കിൻ്റെ കയറി പിറക്കി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അന്നാ ഞാൻ ഒരു കാര്യം പറയട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നീ പറയാൻ പോണ കാര്യം ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് പറയട്ടാന്ന്. ഓ പറ എടേ, ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നല്ലേ നീ ചോദിച്ചത്? ആ തന്നെണ്ണാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ, ഇവിടെ നമ്മളെ ബന്ധുക്കളുണ്ട്, നീ ധൈര്യമായിട്ട് ഇരിക്കുക, ആ പെണ്ണ് ഏതാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ നിസ്സാര കേസ്. അങ്ങനെ ഞാനും ഇവനും കൂടെ മുരുകൻ ക്ഷേത്രത്തിൻ്റെ അതൊരു വണ്ടിയിൽ പറഞ്ഞിരുന്നു. കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ നമ്മളൊരു ബന്ധു വന്നു. ആ ബന്ധു ഇത് കാണണമെങ്കിൽ ബന്ധുവിന് മനസ്സിലാവും ബന്ധു ആരാണെന്ന്. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ആ കൊച്ച്, അതെന്ത് നിനക്കെന്ത്? നമ്മളിങ്ങനെ കല്യാണം ആലോചിക്കും. ഒരു പുച്ഛത്തോടെ എന്നിട്ട് നോക്കി, എടാ വേറെ പണി നോക്കണമെന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ സ്വതശുദ്ധമായ സ്വഭാവമുണ്ട്, ഞാൻ ഇയാൾ പോകുമെന്ന് പറഞ്ഞു. അത് അണ്ണാന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇയാൾ പോവേ, നീ വേറെ ആളാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ സഹോദരൻ്റെ മകളുണ്ട്, അതായത് എൻ്റെ കുഞ്ഞമ്മ, അതിനടുത്ത് ഒന്ന് കാര്യം പറഞ്ഞു. കുഞ്ഞമ്മ, ഞാൻ ഇങ്ങനെ പെങ്കൊച്ചിനെ കണ്ട് പച്ചക്കറി വിൽക്കാതിരിക്കുകയാണ്, പ്രസന്നയുടെ മോളാ നീ. അപ്പൊ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിക്കോ? ആ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. നോക്കാന്ന് പറഞ്ഞു. അപ്പം കല്യാണം ഫിക്സ് ആയി അല്ലേ? അല്ല, അങ്ങനെ ആയില്ല, അത് ഇനിയുണ്ട്. അത് ഇവര് പോയി അന്വേഷിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ജാതകം നോക്കി. അപ്പൊ ജാതകം നോക്കിയപ്പോൾ മൺവള രാധാകൃഷ്ണ സാറിന്റെ അടുത്താണ് കൊണ്ടുപോയത്. ഞാൻ കൊണ്ടുപോകുന്നതും അവിടെയാണ്, അപ്പൊ അവര് കൊണ്ടുപോയതും അവിടെയായിരുന്നു. അപ്പൊ അവര് രണ്ടുകൊണ്ട് ജാതകത്തിനൊക്കെ ഓക്കെ ആയി, ജാതക പൊരുത്തമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പോയി പറഞ്ഞോളൂ. എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളങ്ങ് നേരെ അങ്ങ് പറയും. ഇപ്പോഴും ഉണ്ട്, ചിലടത്ത് കുഴപ്പമാണ്, എന്തായാലും ഉള്ളത് അങ്ങ് പറയും. പിന്നെ വരുന്നത് രണ്ടാമത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അവരെ വീട്ടിൽ പോയി അവരുടെ കാര്യം പറഞ്ഞു, ഈ ആരായാലും ചെന്ന് പറയാൻ പറ്റി പൊടിപ്പുന്നങ്ങളൊക്കെ വെച്ച് പറഞ്ഞു കൊടുക്കില്ല. അപ്പം നമ്മൾ അങ്ങനെ ഉള്ള കാര്യമാണ്. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യം, നമ്മളെ വേണ്ടപ്പെട്ടവരാരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസം, എൻ്റെ 2 അനിയന്മാരുണ്ട്, തൊട്ടപ്പുറത്താണ് താമസം. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ 5 സെൻറ്റ് എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്ന സ്ഥലമാണ്. അതിലൊരു വീടുണ്ട്, പകുതി വീടാണ്. അതിലൊരു 200 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഒരു റൂമും ഒരു ഹാളും ഒരു കിച്ചൺ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന്, പെണ്ണിനും ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, അവിടെ വെച്ച് തന്നെ പറഞ്ഞു, വീട്ടിൽ വെച്ച് ഇഷ്ടമായി, അങ്ങനെ സംസാരമായി പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവരോടൊത്തൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ വന്നാൽ കല്യാണം ഉറപ്പിക്കാൻ കണക്കിന് വരിക. അതിനു മുന്നേ നിങ്ങൾക്ക് എവിടെ വേണോ ആരുടെ വേണോ അന്വേഷിക്കാം, പക്ഷെ വന്നാ ഉറപ്പിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ആ രീതിയിലാണെങ്കിൽ വന്നാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം തീരുമാനം എടുക്കാം. അല്ല അവിടെ വന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവക്കത്തോ അവരുടെ ഇവിടെ ഉള്ളവരൊക്കെ വിചാരിക്കും ഒരു കല്യാണം വന്ന് അത് മുടങ്ങിപ്പോയി. അങ്ങനെ ഒരു സംഭവം വേണ്ട. മുടങ്ങാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടാണ് അന്ന് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ വന്നു, വീട്ടിൽ വന്നു, ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നു. അതാണ് ഒരു വരവ് കേട്ടോ. അല്ലെ അവർ വന്ന് വീടൊക്കെ നോക്കി എല്ലാം കാര്യങ്ങളും വീടിനകത്തോട്ട് കയറി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എടുത്തു. ഈ വീട് ഇങ്ങനെ അല്ലല്ലോ ഇരുന്നതെന്നോ. ഞാൻ പറഞ്ഞു, ഈ വീട് അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു ജനലും കഥവൊക്കെ ഒന്ന് മാറ്റിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, വീട് അത് എന്നെന്നോ. ഈ വീട്ടിൽ ഞാൻ പണ്ട് എൻ്റെ സഹോദരൻ്റെ കല്യാണം നടന്നത് ഈ വീട്ടിൽ വെച്ചിട്ടാണ്. കാര്യം നമുക്ക് ഗുരുമന്ദിരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗുരുമന്ദിരമാണ് ഇപ്പം പൊതുവായിട്ട് നമ്മുടെ വീട്ടിലെ ഗുരുമന്ദിരമായിരുന്നു. അപ്പം അവിടെ വെച്ച് കല്യാണമൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് കല്യാണം നടന്ന സമയത്ത്, അതായത് എൻ്റെ അപ്പൂപ്പൻ്റെ സഹോദരൻ്റെ മോളാണ് ഇത്. അവരുടെ ഏറ്റവും ഇളയാന്ന് ഉഷ എന്ന് പറഞ്ഞൊരു കുഞ്ഞമ്മയുണ്ട്. ആ കുഞ്ഞമ്മയുടെ കല്യാണം ഇവിടെ വെച്ചാണ്. അപ്പം നടന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചേച്ചിയും, ഇവർ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല. അങ്ങനെ കല്യാണ സമയത്ത് അന്നൊക്കെ പന്തലേട്ടിയുള്ള കല്യാണം. അപ്പം ഈ ഒരു കുട്ടിയെ എന്ത് ചെയ്തു, തൊട്ടിൽ കെട്ടി നമ്മളെ വീട്ടിൽ കെട്ടിയിരുന്നു. അത് എൻ്റെ ഭാര്യ. അപ്പൊ ഈ തൊട്ടിൽ കെട്ടിയിട്ട് ഇവര് കല്യാണം കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്ന പറയുമ്പോൾ അന്ന് പഴയ റോഡ് വഴിയാണ് ഹൈവേ, വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പുതിയ റോഡ് ഹൈവേ വന്നിട്ടില്ല. ഇവര് കല്യാണ പെണ്ണിനെ കൊണ്ടുവന്ന് ഏകദേശം പാങ്ങപ്പാറ എത്തിയപ്പോഴത്തേക്കാണ് ഒരു കൊച്ചിനെ എടുക്കില്ലെന്ന് വെച്ച്
അതെന്ന് വെച്ചാൽ ഒരു സഹോദരികളെ നീ എടുത്താണ് ഞാൻ എടുത്താണ് അങ്ങനെ കല്യാണ പെണ്ണിനെയും കൊണ്ടുപോയ വണ്ടി വഴിയിൽ നിർത്തിയിട്ട് ഇവര് തിരിച്ചു വന്നപ്പോ എടുത്ത് കൊടുത്തു, ഒരു സ്ത്രീ എടുത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതിപ്പോ അവർക്ക് ചിലപ്പോ എന്റെ അമ്മയാവാം, ചിലപ്പോ എന്റെ വല്യമ്മ ആയിരിക്കാം, ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കാം, അപ്പൊ സാരം ആയിക്കോട്ടെ. അപ്പൊ ഇവര് ഈ കഥ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഉത്തരത്തിലെ കൈയൊക്കെ ഞാൻ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനത്തിന് മര്യാദയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് മര്യാദയ്ക്ക് തിരിച്ചുകൊണ്ട് പോയിക്കണോ. കല്യാണം ഫിക്സ്. അങ്ങനെയാണ് കല്യാണം ഫിക്സ് ആയത്. അളിയ പിന്നെ അവര് ഇവിടെ വരണതിന് മുമ്പ് നിന്നെ പറ്റി മൊത്തത്തിൽ ഒന്ന് തിരക്കിയില്ലേടെ? തിരക്കിയില്ലേന്ന് ചോദിച്ചാൽ ഞാൻ അതാണ് പറഞ്ഞത്, ഇതൊരു നിമിത്തോടെ കല്യാണം എന്ന് പറഞ്ഞു. യാവ എത്ര കിടന്ന് ബഹളങ്ങൾ കാണിച്ചാലും വിധിച്ചത് കിട്ടും. അതുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന എല്ലാ പേരുടെ അടുത്തുമായിട്ട് പറയണം, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരും. വരും, അത് തീർച്ചയായിട്ടും വരും. ആർക്കൊക്കെ തടസ്സം ചെയ്ത്, അപ്പോൾ ചിലർ കല്യാണം മുടക്കിയാലും ഒന്നുമില്ല, വിധിയാണ്. അത് കറക്കി കൊണ്ട് നമുക്ക് കല്യാണം നടക്കാൻ വിധി ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അതാണ് തെളിവാണ് ഞാൻ. കാര്യം ഇത്രയും നീ എന്ത് പറയുന്നത്, കൈക്കുഞ്ഞായ ഒരു കൊച്ച് എൻ്റെ വീട്ടിൽ, ഞാൻ ഈ കിടന്ന് കല്യാണം കഴിക്കാതെ അവിടെ ഇവിടെ നടക്കുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നു, കണിക്കൊന്നും അടിക്കാൻ പോകുന്നു, കാണുന്നു, വരുന്നു, ഇതെല്ലാം കൂടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ എന്താണ് വിചാരിക്കും? ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചിലർ വിചാരിക്കും ഞാൻ എന്താ നിയമം. ഞാൻ ഇത് പലയിടത്തും പറയുമ്പോൾ പലരും ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഈ വീഡിയോ ഇടാനുള്ള കാര്യം തന്നെ എന്തെന്നറിയാമോ, ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തെളിവുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ 100% ഇത് പറയുമ്പോ ഇതില് പലരും മനസ്സിലൂടെ ഈ ചിത്രം ഓടും. അതാണ് ഞാൻ പറയുന്നതിനകത്ത് എന്റെ വൈഫിനെ കണ്ടെത്തിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും അനാചാരം, അന്ധവിശ്വാസം എന്നൊക്കെ എന്ത് കോപ്പ് പറഞ്ഞാലും നടന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. മനസ്സിലായി? ഇവിടെ ആരെയും മോട്ടിവേറ്റ് ചെയ്യണമെന്നല്ല, ഉള്ള കാര്യം പറയുന്നു. അപ്പോൾ അതങ്ങനെയാണ് ഇത് നടക്കുന്നത്. അവരന്വേഷിച്ചു. എന്ന് ചോദിച്ചില്ലേ, അവരന്വേഷിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടുപേരത്ത് അന്വേഷിച്ചതാണ് പിൽക്കാലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാം. പിന്നീടാണ് അപ്പോഴെന്ന് പറഞ്ഞിട്ട്. അത് ഒന്ന്, നമ്മുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്മച്ചി പച്ചക്കറി കട, അവിടെ ഒരു ചെറിയ ഇതൊക്കെ. അപ്പോൾ ഇവർ ആദ്യം നമ്മളെ വീട്ടിലാണ് വാടകയ്ക്ക് വന്നത്. അവരെല്ലാവരും മോളും മകനും അല്ല മരുമകനും മോളുമാണ് ആദ്യം താമസിക്കുന്നത്. പിന്നെ ഇവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്തെന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് വല്യമ്മേരെ ഓപ്ഷനിലോട്ട് മാറി, പകുതിയിൽ മാറി. അപ്പം ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് എന്ത് ചെയ്യണം പറഞ്ഞിട്ട് പോകണം. പക്ഷെ ഇവരത് ചെയ്തില്ല. ഇവർ ഓരോരോ മാസങ്ങളൊക്കെ ഓരോരോ കഴിവ് ഇതൊക്കെ പറഞ്ഞ് ഒഴിവഴികളൊക്കെ പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഇപ്പോൾ. അപ്പം എനിക്കത് പിടിച്ചില്ല. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചു, കാര്യത്തിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണിച്ച ശരിയല്ല, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണമായിരുന്നു. നിങ്ങൾ അഡ്വാൻസ് തുകയൊക്കെ തീർക്കണതുവരെ തിന്നിട്ട് ഇങ്ങനെ മാറിപ്പോയിട്ട് ശരിയായില്ല. ഒരു വാക്ക് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പിണങ്ങി, വഴക്കൊന്നും കൂടിയിട്ടില്ല, പിണങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളോട് കരഞ്ഞോണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അന്നേരം പറഞ്ഞു. കാര്യം അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചേ നിങ്ങൾ പറഞ്ഞ് കരഞ്ഞോണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അത് അന്നേരം തോന്നി പറഞ്ഞു. അതായത് കുറേ ഒരു വർഷമൊക്കെ 1.5 വർഷമൊക്കെ ആവും കേട്ടോ. ഇങ്ങനെ ഞാൻ ഇവരൊന്നും മിണ്ടത്തില്ല. നമ്മളെ വീടിൻ്റെ ഞാൻ പറഞ്ഞു അപ്പുറത്തെ പോർഷനിൽ താമസം. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഭയങ്കരമായിട്ടൊരു നിലവിളി. വിളിയെന്ന് വെച്ചാൽ ഭയങ്കര വിളി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ ഭർത്താവ് പാരലൈസ് ആയിട്ട് കിടക്കുന്നു, കിടക്കായിരുന്നു. അപ്പോൾ ഒരു വയസ്സായ ഒരാളാണ്. അവർ ഭയങ്കരമായിട്ട് നന്നായിട്ട് നോക്കുമല്ലോ അവരെ, ആ പുള്ളിക്കാരനെ. അങ്ങനെ ഭയങ്കര നിലവിളി. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ എന്തെങ്കിലും സംഭവിച്ചു. ഉച്ച സമയത്താണ്. അപ്പം ഞാൻ നമുക്ക് ഈ മനസ്സിനകത്ത് അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും സംഭവമില്ല. അന്നേരം പറഞ്ഞു തോന്നി തീർന്നു. അത് എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ആളെ കാണിക്കുന്നവിടെ. അപ്പോൾ അങ്ങനെ നേരെ ഞാൻ അവിടെ ചെന്നു. ഞാൻ ചെന്നപ്പോൾ അറിയാം അന്തം വിട്ടു പോകും കേട്ടോ. ഇദ്ദേഹം കിടക്കുകയാണ്. ഇദ്ദേഹത്തിന് നെഞ്ചിൽ ഒരു വളരെ കനം കുറഞ്ഞൊരു മൂർഖം ബാബിങ്ങനെ ഇരിക്കുകയാണ്. എടാ ഞാൻ പറയണത് ഇപ്പോഴും അവര് ജീവിച്ചിരിക്കുകയാണ്. ആ അമ്മ ജീവിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ അവരെ കാണിക്കും. അല്ല, അവരെ അന്ന് കല്യാണത്തിൽ വന്നവരുണ്ടല്ലോ. അപ്പൊ ഈ സാധനം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ. ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്നതും ഒരാളിങ്ങനെ കിടക്കണം. അദ്ദേഹം കൊണ്ടൊന്ന് വിളിക്കുക. പാമ്പാണെ അട്ട ഇതുകൊണ്ടിരിക്കുമ്പോൾ പത്തി വിരിച്ചിരിക്കുക നെഞ്ചില്. ഇവരാണെങ്കിൽ കിടന്ന് വിളി, മോനെ എങ്ങനെയെങ്കിലും ഇടറാ. ഞാൻ എങ്ങനെ എടുക്കായി?
എനിക്ക് ആദ്യം അങ്ങ് അറച്ച് പേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് സൗണ്ട് കേട്ട് പതുക്കെ ഊർന്ന് പറമ്പിലോട്ട് ഇറങ്ങി. താഴെ പോയിട്ടില്ല കട്ടിലിൻ്റെ താഴെ പോയിട്ടില്ല സാധനം. എനിക്ക് എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് അറിഞ്ഞോളെ ഞാൻ തൂക്കിയെടുത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പാമ്പ് ഊർന്ന് താഴെ വീണു. ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി, കുഞ്ഞനെന്ന് പറഞ്ഞൊരു തേങ്ങയൊക്കെ വെട്ടം വന്ന കുഞ്ഞനെന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി അതിൽ കൂടെ എന്ത് സാബുന്ന് പറഞ്ഞ് വന്നു. പുള്ളിക്കാരൻ വന്ന് അപ്പം തന്നെ അടിച്ച് വന്നു. വലിയ കനമൊന്നുമല്ല ചേർന്നു. അപ്പോൾ അവരുടെ അടുത്താണ് എൻ്റെ അമ്മായി അമ്മയും ഇവരും പച്ചക്കറി കച്ചവടം. മനസ്സിലായില്ലേ? അന്വേഷണം അതാണ് കറക്റ്റ്. അപ്പൊ അവര് പറഞ്ഞു തങ്കപ്പെട്ട പയ്യായി, ഇതിലപ്പുറം ഇനി എന്ത് ഹീറോ കിട്ടാന്നുള്ള ഏറ്റവും ഇതിനപ്പുറത്തിന്റെ ഒരു ചെറുക്കനെ കിട്ടാനില്ല. കല്യാണം ഫിക്സ്. അങ്ങനെയാണ് എന്റെ കല്യാണം ഫിക്സ് ആവണം. നീ ഉണ്ടടാ കഥകൾ പറഞ്ഞ നീ കഥകൾ തുടരട്ടെ. എന്റെ കല്യാണ വീഡിയോ എല്ലാവരും കാണണം. ഇനിയും ഒരുപാട് കഥകളുണ്ട്. ഈ കല്യാണ വീഡിയോ കണ്ടു തീരുന്നതിനുള്ളിൽ ഒരുപാട് കഥകൾ, വേദനിപ്പിക്കാത്ത കഥകൾ, പറഞ്ഞ പല കഥാപാത്രങ്ങളെ കാണാനും പറ്റും. അപ്പൊ ഒരുപാട് സമയം കൊണ്ട് വീഡിയോ എടുത്താൽ എല്ലാവർക്കും ബോറാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഘട്ടമായിട്ട് ഈ സാധനം അപ്ലോഡ് ചെയ്യാം. ഇന്നെന്തായാലും ഇത്രയും കണ്ടാൽ മതി. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിലൂടെ ഞങ്ങളുടെ ഈ കല്യാണ വിവരം, എൻ്റെ കല്യാണ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. എന്ത് ഓക്കെ കൊടളിയാ